യൂറോപ്യൻ രാജ്യങ്ങൾ കുടുംബം വേണ്ട, കുട്ടികൾ വേണ്ട, പിതാവ് വേണ്ട, മാതാവ് വേണ്ട, എല്ലാവരും ഒറ്റക്കൊറ്റക്ക് ജീവിച്ചാൽ മതി എന്ന് ലിബറലിസത്തിന്റെ പുരപ്പുറത്ത് കയറി പിന്നെ വലിയ കൂവി വിളിച്ച രാജ്യങ്ങളൊക്കെ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, തിരിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നു, കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ബോധവൽക്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഓർത്തുവെച്ചോ എഴുതി വെച്ചോ അതേ അവസ്ഥയിലേക്കാണ് നമ്മുടെ ഇന്ത്യ രാജ്യവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഇന്ത്യയിൽ ഈ പ്രശ്നം ഒന്നാമതായി അഭിമുഖീകരിക്കാൻ പോകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയാണ്. ആ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഒന്നാമതായി അത് ബാധിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ തൃശൂർ ജില്ലയെ ഉൾക്കൊള്ളുന്ന ഈ കേരളത്തെയായിരിക്കും. ആ കേരളത്തിൽ തന്നെ പത്തനംതിട്ട ജില്ലയെയാണ് ഇന്ന് അത് ഏറ്റവും കൂടുതൽ രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. എഴുതി വച്ചോ, ജനസംഖ്യ കുറയുമ്പോൾ രാജ്യത്തൊന്നുണ്ടാകും. മുതിർന്ന ആളുകളുടെ എണ്ണം കൂടും, വീടുകളിൽ ചെറിയ കുട്ടികളും പിന്നെ കൗമാരക്കാരും ഇല്ലാതെ പോകും. അപ്പൊ മുതിർന്ന ആളുകളെ നോക്കാൻ ആളില്ല, ഓഫീസിൽ പണിയെടുക്കാൻ ആളില്ല, ഫാക്ടറികളിൽ ജോലി ചെയ്യാൻ ആളില്ല, സ്കൂളിൽ പഠിപ്പിക്കാൻ അധ്യാപകരില്ല. ഇത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയോ? ഒരിക്കലും തന്നെ കഴിയില്ല. എന്തിനാ ഞാൻ അത് പറഞ്ഞതെന്നറിയോ? ഇസ്ലാം പറഞ്ഞതാണെന്ത്? നിങ്ങൾ കുടുംബത്തെ കാത്തോ, കുടുംബത്തിന് കാവലിരുന്നോ, കുടുംബത്തിനെതിരെ നിങ്ങൾ സംസാരിക്കരുത്. ലിവിംഗ് ടുഗദർ എന്ന് പറഞ്ഞ്, LGBTQ പൊളിറ്റിക്സിന്റെ പേര് പറഞ്ഞ്, ആക്ടിവിസത്തിന്റെ പേര് പറഞ്ഞ്, ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേര് പറഞ്ഞ് അത് പാഠപുസ്തകങ്ങളിലേക്ക് അടിച്ചു കയറ്റി ഒരു സമൂഹത്തെ വഴിതെറ്റിക്കുമ്പോൾ ഇതൊന്നും ഓർത്തില്ല ആരും. അന്നേ നമ്മൾ പറഞ്ഞു ഈ പോക്ക് അപകടകരമാണ്, നിങ്ങൾ ഇതിന് വില കൊടുക്കേണ്ടി വരും. ആരും അതിന് കാതുകൊടുത്തില്ല. എന്നാൽ ഇന്ന് അതിന്റെ കെടുതികൾ അനുഭവിക്കാൻ പോവുകയാണ്. ആ കെടുതി അനുഭവിച്ചാൽ പെട്ടെന്ന് തിരിച്ചെടുക്കാൻ കഴിയുന്നതല്ല. 50 വർഷം കൊണ്ട് മാത്രമേ ഇതിന്ന് കരകയറാൻ കഴിയുള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയോ? നമ്മളെ സൃഷ്ടിച്ച ആ സ്രഷ്ടാവിന്റെ മാർഗനിർദ്ദേശത്തിൽ നിന്ന് മനുഷ്യൻ പിറകോട്ട് പോയി എന്നതാണ് പ്രശ്നം.